നമുക്ക് ആദ്യം പോകേണ്ടത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലേക്കാണ്. അവിടെ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കടക്കരപ്പള്ളി കൊട്ടാരം ഹരിതശ്രീയിൽ ഹരിദാസ് പണിക്കരുടെ ഭാര്യ സുമിയാണ് കൊല്ലപ്പെട്ടത്. ഹരിദാസ് പണിക്കരെ പട്ടണക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനിടെ ഭാര്യയെ ഇയാൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ബുധനാഴ്ച പുലർച്ചെ 1:15 ഈ സുമി എന്ന ഇയാളുടെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് വ്യക്തമാവുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഇവർ തമ്മിൽ നേരത്തെയും തർക്കവും മറ്റും നിലനിന്നിരുന്നോ, അതോ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ? പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? രഞ്ജിത്ത്, ബുധനാഴ്ച പുലർച്ചെ 1:15 ഈ കടക്കരപ്പള്ളി സ്വദേശിയായ സുമി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ സുമിയുടെ ഭർത്താവ് ഹരിദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ പിന്നീട് എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പട്ടണക്കാട് പോലീസാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൊലപാതക കേസ് എടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങൾ നടക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ 1:15 ഈ ഹരിദാസ് മിലിറ്ററിയിൽ നിന്ന് പിന്നീട് റിട്ടയർഡായി വന്ന ആളാണ്. അദ്ദേഹം പുലർച്ചയോടുകൂടി തൊട്ട അയൽപക്കത്തെ വീട്ടിലെത്തിയിട്ട് സുമി മരിച്ചുപോയി എന്നുള്ള വിവരം വ്യക്തമാക്കുന്നു. തുടർന്ന് അയൽപക്കത്തുള്ള ആളുകൾ വന്ന് നോക്കുമ്പോൾ സെറ്റിയിൽ ചാരി കിടക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ മൂക്കിൽ നിന്ന് വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. ആ സമയത്ത് ഈ സുമി ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ഹരിദാസിനോട് അവിടെ ഉണ്ടായിരുന്ന അയൽവാസികൾ പറഞ്ഞെങ്കിലും ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. പിന്നീട് രാവിലെയോടുകൂടി സംസ്കാരത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇയാൾ ആരംഭിക്കുകയും ചെയ്തു. അയൽവാസികളായ ആളുകൾ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടണക്കാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആണ് ഇത് കൊലപാതകമാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. അതായത് ആ വീട്ടിൽ സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ കടക്കരപ്പള്ളിയിലെ വീട്ടിൽ ചെയ്തിരുന്നു. അവിടെ ഈ അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഈ 58-കാരിയായ സുമി മരിച്ചു എന്നുള്ള വിവരം അയൽവാസികൾ പട്ടണക്കാട് പോലീസിനെ വിളിച്ച് അറിയിക്കുന്നു. കൊലപാതകമാണെന്ന് സംശയമുണ്ട് എന്നുള്ള വിവരവും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടണക്കാട് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോൾ തന്നെ കഴുത്തിലും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും കഴുത്ത് ഞെരിച്ചതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയ ഘട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം എന്നുള്ള വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുടുംബകലഹമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ചില മാനസിക അസ്വസ്ഥതകളും ചില മരുന്നുകൾ ഈ സുമി വർഷങ്ങളായി കഴിച്ചിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളുമായി അതായത് ഹരിദാസുമായി നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികളായ ആളുകളൊക്കെ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ ഈ വീട്ടിൽ എന്നും വഴക്കായിരുന്നു. ആ വഴക്കിനെ തുടർന്നുള്ള പ്രകോപനമാകും ഒരുപക്ഷെ ഇത്തരത്തിലൊരു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായി ഇടയാക്കിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി സുമിയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നിരുന്നു. സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു സംശയം വരികയും പിന്നീട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി. അതായത് ഇയാൾ ഈ അയൽവാസികളെ ഒരു സ്വാഭാവിക മരണമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അത്തരത്തിൽ തന്നെ വളരെ കാര്യമായി തന്നെ വളരെ നാച്ചുറലായി തന്നെയുള്ള പെരുമാറ്റമൊക്കെ അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തുടർന്ന് അങ്ങനെ ആളുകളൊക്കെ വിശ്വസിച്ചു, സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിച്ചു. പിന്നീട് സംശയങ്ങൾ ഉണ്ടാകുന്നത് അത് സംസ്കാര ചടങ്ങിന്റെ സമയത്ത്. അതെങ്ങനെയാണ് ഈ അടയാളങ്ങളൊക്കെ ആരെങ്കിലും കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയത്? എങ്ങനെയാണ് സംശയകരമായി കാര്യങ്ങൾ എത്തിയത്? എങ്ങനെയാണ് ഇയാളുടെ പെരുമാറ്റം ആ തരത്തിൽ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായോ ശരണ്യ? രഞ്ജിത്ത്, ഈ സുമിയെ അയൽവാസികളെ വിളിച്ച സുമി മരണപ്പെട്ടു പോയെന്ന് ഇയാൾ പുലർച്ചെ തന്നെ അറിയിച്ചിരുന്നു. അവിടെ അയൽവാസികൾ എത്തുന്ന സമയത്ത് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്ന നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. വീടിന്റെ സെറ്റിയിൽ ചാരി ഇരിക്കുന്ന നിലയിലായിരുന്നു സുമി ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ, അതായത് രക്തം വാർന്നു വരുന്നത് കണ്ട അപ്പോൾ തന്നെ അയൽവാസികൾ ഇയാളോട് ആശുപത്രിയിലേക്ക് എത്തിക്കാനായി ആവശ്യപ്പെട്ടു. പക്ഷേ ഹരിദാസ് അതിനൊന്നും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അവിടെ തന്നെ ആളുകൾക്ക്
സംശയം തോന്നിയിരുന്നു. ഒപ്പം തന്നെ സംസ്കാരം എത്രയും വേഗം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും രണ്ടാമത് വിവാഹിതരായ ആളുകളാണ്. ഒപ്പം തന്നെ ഈ വിവാഹത്തിൽ മറ്റു കുട്ടികളോ ആരുമില്ല. ഇവർ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അയൽവാസികൾ ഇതിനകത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ തന്നെ, കൊണ്ടുപോകാതിരുന്നപ്പോൾ തന്നെ അവർക്ക് സംശയം തോന്നിയിരുന്നു. പിന്നീട് ഈ മൃതദേഹത്തിന്റെ ക്രമീകരണങ്ങൾ, മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് നോക്കുമ്പോൾ ആളുകൾക്ക് ചില സംശയങ്ങൾ, ഈ കഴുത്തിലെ പാട് ഉൾപ്പെടെയുള്ളത് സംശയം ഉളവാക്കി. അങ്ങനെയാണ് ഇത് പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം സംസ്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നുള്ള സംശയം അയൽവാസികൾ പങ്കുവെക്കുകയും നാട്ടുകാരെ പട്ടണക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ പൊതുദർശനത്തിന് വെക്കുന്ന അത്തരത്തിൽ വീട്ടിൽ വെക്കുന്ന സമയത്ത് തന്നെയാണ് പട്ടണക്കാട് പോലീസ് എത്തിയിട്ട് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ സംശയാസ്പദമായ കാര്യങ്ങളാണ് പോലീസിന് തോന്നിയത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ തന്നെ പ്രാഥമികമായി മർദ്ദനമേറ്റിട്ടുണ്ടെന്നും കഴുത്തില് പാടുകളുണ്ട്, ഞെരിച്ചതിന്റെ പാടുകളുണ്ട് എന്നുള്ള ഇൻക്വസ്റ്റിൽ തന്നെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോവുകയും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ മരണം ശ്വാസം മുട്ടിച്ചിട്ടുള്ള മരണമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ വീട്ടിൽ സംസ്കാരത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ഇയാളെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയുമായിരുന്നു. ഇപ്പോൾ കൊലപാതക കേസിന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കടക്കരപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് 7:30 സംസ്കരിക്കുകയായിരുന്നു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഒപ്പം ശരണ്യ, മറ്റൊരു സംശയം കൂടി. അതായത് ഈ വീട്ടിൽ ഇവർ രണ്ടുപേരും രണ്ടാമത് വിവാഹിതരായവരാണ്, രണ്ടുപേരുടെയും രണ്ടാം കല്യാണമാണ്. ഒപ്പം ഈ സ്ത്രീക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മരുന്നും മറ്റും കഴിക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഇവർ രണ്ടുപേർ മാത്രമായിരുന്നോ താമസം? ഈ നേരത്തെയുള്ള തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു പശ്ചാത്തലം കൂടി ഇത്തരം സംശയങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതാണോ? അതെ, ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്ഥിരം ഇവർ തമ്മിൽ വഴക്കായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ഹരിദാസ് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, അതായത് കണക്കെഴുത്തുകാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒപ്പം ഈ സുമിയുമായി നിരന്തരം, അതായത് സുമി നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ചില മാനസികമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് മെഡിസിൻ കഴിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ അസ്വാസ്ഥ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ നിരന്തരം തർക്കവും വഴക്കും ഉണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളത് അയൽവാസികൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു, ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ചേർത്തലയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം, അതിനുശേഷം ഈ കൊലപാതകം എന്നുള്ളത് സ്വാഭാവിക മരണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർക്കുണ്ടായ ഒരു സംശയം, അത് ഹരിദാസ് പണിക്കർ എന്ന പട്ടണക്കാട് സ്വദേശിയെ പോലീസിൻ്റെ അറസ്റ്റ് ചെയ്യലിലേക്കും മറ്റും കടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കിടയിലാണ്, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് പോലീസ് സംഘം അവിടെ എത്തുകയും പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും മറ്റും വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഈ ഭാര്യയെ വളരെ പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ ഹരിദാസ് പണിക്കർ എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ പുലർച്ചെ 1:15 ഇയാളുടെ ഭാര്യ സുമി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് വളരെ വ്യക്തമാവുകയും ചെയ്തത്. ഏതായാലും പോലീസിന്റെ ഇടപെടൽ, നാട്ടുകാരുടെ സമയോചിതമായ പ്രവർത്തനമൊക്കെയാണ് ഇപ്പോൾ ഇത്തരമൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.